Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ ബ്ലോക്കിൽ കോൺകോഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ്, അതായത് ലാസ്റ്റ് യൂണിറ്റ്. കാരണം ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും, നമുക്ക് തേർഡ് ബ്ലോക്ക് തുടങ്ങാനാവും. അതായത് ടെൻസസ് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ. അതായത് ചെറിയ ക്ലാസ് മുതൽ ഹൈസ്കൂൾ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് എന്ത് ടെൻസുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻസസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫസ്റ്റ് പഠിക്കുന്നത് വാട്ട് ഈസ് ടെൻസ് എന്നുള്ളതാണ്. എന്താണ് ടെൻസ്? ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. In English grammar, tense denotes time of action. ഇംഗ്ലീഷ് ഗ്രാമറിലെ ടൈം ഓഫ് ആക്ഷൻ, അതായത് പ്രവൃത്തി നടന്ന സമയം, ടൈം ഓഫ് ആക്ഷൻ. ടൈം ഓഫ് ആക്ഷൻ ആണ് ടെൻസ്. ചുരുക്കി പറയുമ്പോൾ ടൈം ഓഫ് ആക്ഷൻ. വെദർ ദ ആക്ഷൻ ഹാസ് ഒക്കേർഡ് ഇൻ ദ പ്രസന്റ്, അതായത് ആക്ഷൻ നടന്നത് പ്രസന്റിലാണോ, ദ പാസ്റ്റിലാണോ, ഓർ വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ, അതല്ല ഇനി ഫ്യൂച്ചറിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്നതാണോ. ഇതാണ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഓഫ് ആക്ഷൻ. ടെൻസ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ആക്ഷൻ ആണ്. ടൈം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ വെദർ ദ ആക്ഷൻ ഹാസ് ഒക്കേർഡ് ഇൻ ദ പ്രസന്റ് or the past or will happen in the future. ആക്ഷൻ പ്രസന്റിലാണോ അതല്ല പാസ്റ്റിലാണോ നടന്നത്, ഇനി അതല്ല ഫ്യൂച്ചറിൽ നടക്കുന്നതാണോ, ഇതാണ് ടൈം ഓഫ് ആക്ഷൻ, ദാറ്റ് ഈസ് ടെൻസ്. ഇനി ദ ത്രീ മെയിൻ ടെൻസസ് ആർ, പ്രധാനപ്പെട്ട മൂന്ന് ടെൻസുകൾ. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തേത് ഫ്യൂച്ചർ ടെൻസ്. ഇങ്ങനെ മൂന്ന് ടെൻസുകളുണ്ട്. ഇനി ഈ ടെൻസുകൾക്ക് 4 വ്യത്യസ്ത രൂപങ്ങളുണ്ട് ഓരോന്നിനും. ഏതൊക്കെയാ നോക്കാം. പ്രസന്റിന്റെ 1 സിമ്പിൾ പ്രസന്റ്, 2 പ്രസന്റ് കണ്ടിന്യൂസ്, 3 പ്രസന്റ് പെർഫെക്റ്റ്, 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ 1 സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ 1 സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടെൻസ് ഏതാ? ആദ്യത്തെ ടെൻസ് ആണ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ 4 ടൈപ്പിൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഫോമിൽ 4 ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ് ഉണ്ട്. അതായത് 4 കൃത്യമായ രൂപങ്ങളുണ്ട്. ഇതിൽ പ്രസന്റ് ടെൻസിന്റെ ഒന്നാമത്തെ രൂപമാണ് ദ സിമ്പിൾ പ്രസന്റ്. In the simple present tense, the verb is either in the base form. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വെർബ് ഒന്നുകിൽ എന്തായിരിക്കാം? ബേസ് ഫോം ആയിരിക്കാം. അതായത് വെർബിന്റെ ഒന്നാമത്തെ രൂപം പ്ലൂരൽ, അതാണ് ബേസ് ഫോം. എക്സാമ്പിൾ റൈറ്റ് ഒക്കെ പറയുന്ന പോലെ. അപ്പോൾ ഒന്നുകിൽ ബേസ് ഫോം ആവാം, അല്ലെങ്കിൽ ഇൻ ദ യെസ് ഓർ ഇഎസ് ഫോം, അല്ലെങ്കിൽ സിംഗുലറിന്റെ എസ്ഒ ഇഎസ്ഒ ആവാം. അതായത് റൈറ്റ് എന്ന് പറയുമ്പോൾ ബേസ് ഫോം പ്ലൂരൽ V1, അതേ സമയത്ത് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? V1 സിംഗുലർ. ദ ബേസ് ഫോം ഈസ് യൂസ്ഡ് വിത്ത് ഓൾ പ്ലൂരൽ സബ്ജക്ട്സ്. ഈ ബേസ് ഫോമില്ലേ, ദാറ്റ് ഈസ് V1 പ്ലൂരൽ, എല്ലാ പ്ലൂരൽ സബ്ജക്ട്സിന്റെ കൂടെ ഉപയോഗിക്കും. എന്നാൽ എസ് ഓർ ഇഎസ് ഫോം ഈസ് യൂസ്ഡ് വിത്ത് എവരി സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലറിന്റെ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ്ഒ അല്ലെങ്കിൽ ഇഎസ് ഫോമോ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
ദെൻ നോക്കൂ, ഇനി ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ്സ് ബേസ് ഓർ ബേസ് പ്ലസ് എസ് ഓർ ഇഎസ്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പ്ലൂരൽ ഫോം ഓർ വെർബിൻ്റെ സിംഗുലർ ഫോം. അതാണ് വെർബ്സ് ബേസ് ഓർ വെർബ്സ് എസ് ഓർ എസ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ പ്ലൂരൽ ഫോമോ അതല്ലെങ്കിൽ വെർബിൻ്റെ സിംഗുലർ ഫോം, അതാണ് എസ് ഓർ എസ്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം? ഒന്നാമത്തെ ഉപയോഗം ടു ഡിനോട്ട് റെക്കറന്റ് ഓർ ഹാബിച്വൽ ആക്ഷൻ. അതായത് ഹാബിറ്റ് അല്ലെങ്കിൽ ഇടക്കിടക്ക് നടക്കുന്ന കാര്യം, ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നത് ഹാബിറ്റ്. എക്സാമ്പിള് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഹാബിച്വൽ ആക്ഷൻ ആണ്. എക്സാമ്പിൾ, ഹി വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അവൻ അതിരാവിലെ എണീക്കുന്നു എല്ലാ ദിവസവും. ഹി വാച്ചസ് മൂവി എവറി സൺഡേ. എല്ലാ സൺഡേയിലും അവൻ മൂവി വാച്ച് ചെയ്യുന്നു. എല്ലാ സൺഡേയിലും എവറി സൺഡേ മൂവി വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിനൊരു ക്രമം ഉണ്ടായാൽ മതി. എല്ലാ ദിവസവും വേണമെന്നില്ല. എവറി വീക്ക് അല്ലെങ്കിൽ എവറി മന്ത് ചെയ്യുന്ന കാര്യത്തിന് ഒരു കൃത്യമായുള്ള ഓർഡർ. ഇനി രണ്ടാമത്തേത്, ഇതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം വരുന്നത് ടു ഡിനോട്ട് യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ പ്രോവർബ്. യൂണിവേഴ്സൽ ട്രൂത്ത് പ്രാപഞ്ചിക സത്യം, പ്രപഞ്ച സത്യം അല്ലെങ്കിൽ പ്രോവർബ് പഴഞ്ചൊല്ലുകൾ. ഒന്നാമത്തെ യൂണിവേഴ്സൽ ട്രൂത്ത്, അതല്ലെങ്കിൽ പ്രോവർബ്. അപ്പൊ ആദ്യം പറയുന്ന എക്സാമ്പിൾ ഒന്ന് കേട്ടോക്കൂ, എന്നിട്ട് നിങ്ങൾ പറ ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ പ്രോവർബ് ആണോ? ഒന്നാമത്തേത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. ഇത് പഴഞ്ചൊല്ലാണോ യൂണിവേഴ്സൽ ട്രൂത്താ? ഇത് പഴഞ്ചൊല്ലാണ്. അതായത് നമ്മൾ മെല്ലെ തിന്നാൽ പനയും തിന്നാന്ന് പറയില്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. ഇനി ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ ടു ഡിനോട്ട് പെർമനന്റ് സ്റ്റേറ്റ്. അതായത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും സ്ഥിരമായിട്ടുള്ള അവസ്ഥയെ കാണിക്കാൻ. ദാറ്റ് ഈസ് പെർമനന്റ് സ്റ്റേറ്റ്. സ്ഥിരം ഉണ്ടോ? ഹി ഹാസ് 2 children. അവന് 2 മക്കളുണ്ട്. എക്സാമ്പിൾ കേട്ടോ, ഹി ഹാസ് 2 children. അതുപോലെ തന്നെ ദ താജ്മഹൽ സ്റ്റാൻഡ്സ് ഓൺ ദ യമുന. യമുന നദീതീരത്താണ് താജ്മഹൽ. ഇത് രണ്ടും എന്താണ്? പെർമനന്റ് സ്റ്റേറ്റാണ്, സ്ഥിരമായിട്ടുള്ള അവസ്ഥകളാണ്, സ്ഥിരമായിട്ടാണ്. താജ്മഹൽ എവിടെയാണ്? സ്റ്റാൻഡ്സ് ഓൺ ദ യമുന. യമുനയിലാണ്, യമുന നദീതീരത്താണ് നിൽക്കുന്നത്. അവന് 2 മക്കളുണ്ട്. അടുത്ത ഉപയോഗം ടു എക്സ്പ്രസ് ഷെഡ്യൂൾഡ് ഓർ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. മുൻകൂട്ടി തീരുമാനിച്ച ഫ്യൂച്ചർ ആക്ഷൻ, പ്ലാൻ ചെയ്ത് വെച്ച ഫ്യൂച്ചർ, ഷെഡ്യൂൾ ചെയ്ത ഫ്യൂച്ചർ, തീരുമാനിച്ച ഭാവി കാര്യങ്ങൾ. എക്സാമ്പിൾ, ഹി സ്റ്റാർട്ട്സ് ഹിസ് ന്യൂ വർക്ക് ഓൺ മൺഡേ. മൺഡേയിൽ അവൻ്റെ പുതിയ വർക്ക് തുടങ്ങും. ഇത് ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. മൺഡേയിൽ പുതിയ വർക്ക് തുടങ്ങണമെന്ന് ഫുള്ളി പ്ലാൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലല്ലേ പറയാം. അതുപോലെ അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ കംസ് ടു കേരള നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം പ്രൈം മിനിസ്റ്റർ കേരളത്തിലേക്ക് വരുന്നു. ഇതിങ്ങനെ പ്രസന്റിൽ പറയാനുള്ള കാരണം ഇതെന്താണ്? ഒരു പ്ലാൻഡ് ഫ്യൂച്ചറാണ്. പ്ലാൻഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ആണ്. അതായത് ഫിക്സ് ചെയ്തതാണ്, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്തതാണ്. അടുത്തത് ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. ഇമ്പറേറ്റീവ് സെന്റൻസിലും എക്സ്ക്ലമേറ്ററി സെന്റൻസിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കാം. ആദ്യം ഇമ്പറേറ്റീവ്,
അതായത് റിക്വസ്റ്റ് ഓർ കമാൻഡ്, ഇമ്പരേറ്റീവ് അല്ലേ. നോക്കൂ, പ്ലീസ് ലിസൺ ടു ഹിം. ലിസൺ ടു ഹിം ഏതാ ടെൻസ്? സിമ്പിൾ പ്രസന്റ്. ലിസൺ വെർബിന്റെ V1 പ്ലൂരൽ, ലിസൺ ടു ഹിം. അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി, സഡൻ ഫീലിങ്ങിനെ കാണിക്കുന്നത്. ഹൗ ഹോണസ്റ്റ് ഹി ഈസ്. ഹൗ ഹോണസ്റ്റ് ഹി ഈസ്. ഇവിടെ ഹി ഈസ് എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് വെർബിന്റെ സ്ഥാനത്ത് ഓക്സിലറി വെർബാണ്. ഹൗ ഹോണസ്റ്റ്, ഹോണസ്റ്റ് എന്നുള്ളത് വെർബല്ല. ഹി ഈസ്, ഇവിടെ ഈസ് എന്നുള്ള ഓക്സിലറി വെർബാണ് മൊത്തത്തിൽ വെർബായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. പത്രത്തിലെ ഹെഡ്ലൈൻസ് ഒക്കെ സിമ്പിൾ പ്രസന്റിലാ വരിക. എക്സാമ്പിൾസ് നോക്കൂ. ദ കേരള ഹൈക്കോർട്ട് ഇഷ്യൂസ് നോട്ടീസ് ടു ദി ഗവൺമെന്റ് ഓൺ ദ കൊച്ചി മെട്രോ കേസ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലാക്കുക? ഇതിലെ വെർബ് നോക്കുക. ഏതാ വെർബ്? ദ കേരള ഹൈക്കോർട്ട് ഇഷ്യൂസ്. കേരള ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂസ് എന്നുള്ളത് V1 S ഫോം ആണ്. എന്താണ് കേരള ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്നത്? നോട്ടീസ്. ആർക്കെതിരെ? ടു ദ ഗവൺമെന്റ് ഓൺ കൊച്ചി മെട്രോ കേസിൽ. അപ്പൊ ഇവിടെ ദ ഹൈക്കോർട്ട് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഇഷ്യൂസ് എന്നുള്ളതാണ് എന്ത്? വെർബ്. ഇഷ്യൂസ് എന്നുള്ളത് ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ. ദ കേരള ഹൈക്കോർട്ട് ഇഷ്യൂസ് എന്ത്? നോട്ടീസ്. ഇനി അടുത്തത് ദ UN പീസ് ടോക്സ് വിത്ത് ദി. ദ UN പീസ് ടോക്സ് വിത്ത് ദി താലിബാൻ ഫെയിൽ. കണ്ടോ, ഇവിടെ ദ US പീസ് ടോക്ക് വിത്ത് താലിബാൻ. താലിബാനുമായുള്ള US-ന്റെ സമാധാന ചർച്ചകൾ, സംസാരങ്ങൾ ഫെയിൽ, പരാജയപ്പെടുന്നു. ആ ഫെയിൽ എന്നുള്ളതാണ് ഇവിടെ എന്ത്? വെർബ്. ഇവിടെ V1 പ്ലൂരൽ ആണ്. കാരണം എന്താ? കാരണം ദ US പീസ് ടോക്സ്, അതാണ് എന്ത്? സബ്ജക്റ്റ്. ടോക്സ് സംസാരങ്ങൾ, പ്ലൂരൽ അല്ലേ. ദ UN പീസ് ടോക്സ് വിത്ത് താലിബാൻ. താലിബാനുമായുള്ള സംസാരങ്ങൾ ഫെയിൽ, പരാജയപ്പെടുന്നു. അവ പ്രസന്റിലാണ് പറഞ്ഞത്. നോക്കിന് അടുത്തത് ഫോർ സ്പോർട്സ് കമന്ററീസ് ഡ്രമാറ്റിക് നറേറ്റീവ്. അതായത് ഡ്രമാറ്റിക് നറേറ്റീവ് നാടകങ്ങളിൽ, നാടക ഡയലോഗുകൾ നാടകങ്ങളിലും അതുപോലെ തന്നെ സ്പോർട്സിന്റെ കമന്ററി. ഇനി ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും സ്പോർട്സ് കമന്ററിയും ഡ്രമാറ്റിക് നറേറ്റീവ്സും. ആദ്യം സ്പോർട്സ് കമന്ററിയാണ്. ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. ഇവിടെ വന്നിരിക്കുന്നത് ഫിനിഷസ്, ഫിനിഷ് V1 പ്ലൂരൽ, അതിന് S ഫോം ആണ്, സിംഗുലർ ആണ് അല്ലെ. ധോണി ഒരാളല്ലേ, ധോണി ഫിനിഷസ്. അതുപോലെ തന്നെ എ മാഗ്നിഫിഷ്യന്റ് സ്ട്രൈക്ക് into the crowd and India lifts the World Cup after 28 years. ഉണ്ടോ? And India lifts. ഇന്ത്യ 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കപ്പ് ഉയർത്തി എന്നല്ല, ഇന്ത്യ ലിഫ്റ്റ്സ്. ആ ലിഫ്റ്റ് എന്നുള്ളതാണ് S ഫോം ആണ്. ഇന്ത്യ സിംഗുലർ അല്ലേ, S ഫോം ലിഫ്റ്റ്സ്. ഇന്ത്യ കപ്പ് ഉയർത്തുന്നു. എവിടെ? ദ വേൾഡ് കപ്പ് ആഫ്റ്റർ 28 ഇയേഴ്സ്. ഇനി നോക്കൂ, അടുത്തത് നാടകത്തിലെ നറേറ്റീവാണ്. ദ കർട്ടൻ റൈസസ്. V1 സിംഗുലർ, റൈസസ്. ദ ബ്യൂട്ടിഫുൾ ബെല്ല സിങ്സ് എ സോങ്, സിങ്സ്. സഡൻലി ഷീ നോട്ടീസസ് സംതിങ്, ഷീ നോട്ടീസസ് അല്ലെ. ഇവിടെ എല്ലായിടത്തും സിമ്പിൾ പ്രസന്റ് ആണ്. എല്ലായിടത്തും V1 വെർബാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ലാസ്റ്റ് വരി സഡൻലി ഷീ നോട്ടീസസ്, അവൾ ശ്രദ്ധിക്കുന്നു. സംതിങ് സ്ട്രേഞ്ച് ഇൻ ഹർ റൂം, വിചിത്രമായിട്ട് എന്തോ അവളുടെ മുറിയിൽ. ഇനി സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ടത് ഫോർമൽ ഡിക്ലറേഷൻസ് ആണ്. ഇനി എവിടെ ഉപയോഗിക്കേണ്ടത്? ഫോർമൽ ഡിക്ലറേഷൻസ്.
അതായത് ഫോർമൽ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഡിക്ലറേഷൻസ്. എക്സാമ്പിൾ 1, ഐ ഡിക്ലെയർ ദ അത്ലറ്റിക് മീറ്റ് ഓപ്പൺ. ഐ ഡിക്ലെയർ ഉണ്ടോ ഇവിടൊക്കെ ആ ഡിക്ലറേഷൻസ്. ഐ ഡിക്ലെയർ ഒക്കെ പ്രസന്റിലാണ് പറയുന്നത്, സിമ്പിൾ പ്രസന്റ്. ഐ ഡിക്ലെയർ ദ അത്ലറ്റിക് മീറ്റ് ഓപ്പൺ. ഐ ഡിക്ലെയർ ദ എബവ് മെൻഷൻഡ് ഇൻഫർമേഷൻ ഈസ് ട്രൂ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ശരിയാണെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക് മീറ്റ് ഓപ്പൺ ചെയ്തത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി അടുത്തത് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്. ഒരാൾ പറഞ്ഞത്, ഉദ്ധരണി, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, ഷെല്ലി സെയ്സ്, ഷെല്ലി പറയുന്നു. പ്രസന്റിലാണ് പറഞ്ഞത്, ഷെല്ലി എന്നോ പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷെല്ലി സെയ്സ്. എന്താ ഷെല്ലി പറയുന്നത്? ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. അതായത് വിന്റർ വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ സ്പ്രിങ്ങും വരുമെന്ന് ആര് പറയുന്നു? ഷെല്ലി പറയുന്നു. ഷെല്ലി പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ഷെല്ലി സേസ്. അതായത് പോയറ്റ് PB ഷെല്ലി, ഷെല്ലി സേസ്. ഇനി അതുപോലെ അഡ്വർടൈസ്മെന്റ് സേസ്, പരസ്യം പറയുന്നു. ബൈ 1 get 1 free. കേട്ടോ, അഡ്വർടൈസ്മെന്റ് സേസ്, പരസ്യം പറയുന്നു എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ടു ഇൻട്രൊഡ്യൂസ് പ്രോമിസസ്, വാഗ്ദാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. വാഗ്ദാനങ്ങൾ എങ്ങനെയാ? വാഗ്ദാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ? എക്സാമ്പിൾ, ഹി പ്രോമിസസ് നെവർ ടു ഡ്രിങ്ക് ആൽക്കഹോൾ. ഒരിക്കലും മദ്യപിക്കില്ല എന്ന് അവൻ വാക്ക് നൽകുന്നു. ഹി പ്രോമിസസ്. കണ്ടോ, V1 സിംഗുലർ, സിമ്പിൾ പ്രസന്റ്. ഐ പ്രോമിസ് V1 പ്ലൂരൽ. ഐ പ്രോമിസ് ടു ഡു മൈ ഡ്യൂട്ടി, സിമ്പിൾ പ്രസന്റ്. ഇനി യൂസ്ഡ് ഇൻ സജഷൻസ് വിത്ത് വൈ ഡോണ്ട് യു വെച്ച് തുടങ്ങുന്ന സജഷൻസ്. വൈ ഡോണ്ട് യു. എക്സാമ്പിൾ നോക്കൂ, വൈ ഡോണ്ട് യു ടേക്ക് മീ ഔട്ട്. വൈ ഡോണ്ട് യു ടേക്ക് മീ ഔട്ട്. ടേക്ക് മീ മീൻസ് V1 പ്ലൂരൽ, സിമ്പിൾ പ്രസന്റ് ആണ്. വൈ ഡോണ്ട് യു ടേക്ക് മീ ഔട്ട്. യു ടേക്ക് മീ ഔട്ട്, താൻ എന്നെ പുറത്തു കൊണ്ടുപോകുന്നു. വൈ ഡോണ്ട് യു പോസ്റ്റ് എ പിക്ചർ ഓഫ് യുവർ ചൈൽഡ്. വൈ ഡോണ്ട് യു പോസ്റ്റ്, എന്തുകൊണ്ട് തനിക്ക് പോസ്റ്റ് ചെയ്തുകൂടാ. വൈ ഡോണ്ട് യു പോസ്റ്റ്. യു പോസ്റ്റ് എന്നുള്ളത് V1 പ്ലൂരൽ, കാരണം യു എന്നുള്ളത് പ്ലൂരൽ ആണ്. വൈ ഡോണ്ട് യു പോസ്റ്റ് എ പിക്ചർ ഓഫ് യുവർ ചൈൽഡ്. നിന്റെ കുട്ടിയുടെ ഒരു ചിത്രം എന്തുകൊണ്ട് നിനക്ക് പോസ്റ്റ് ചെയ്തുകൂടാ. ഇനി സബോർഡിനേറ്റ് ക്ലോസുകളിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. സബോർഡിനേറ്റ് ക്ലോസ്, അതിന്റെ മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ആയിക്കാരം വരിക സബോർഡിനേറ്റ് ക്ലോസുകളിൽ. എക്സാമ്പിൾ, ഹി വിൽ കോൾ അസ്, മെയിൻ ക്ലോസ് ആണ് ഫ്യൂച്ചറിൽ. ഹി വിൽ കോൾ അസ്, അവൻ നമ്മളെ വിളിക്കും. വെൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, എപ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോൾ. വെൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, ആ ഈസ് റെഡി എന്നുള്ളതാണ് എന്ത്? സിമ്പിൾ പ്രസന്റ്. വെൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, അതാണ് എന്ത്? സബോർഡിനേറ്റ് ക്ലോസ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോൾ, സിമ്പിൾ പ്രസന്റ്. അതിന്റെ മെയിൻ ക്ലോസ് ആണ് എന്ത്? ഹി വിൽ കോൾ, അത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് വന്നത്. അടുത്തത്, ഹി വിൽ ഗോ ടു ദ ഷോപ്പ്, അവൻ ഷോപ്പിലേക്ക് പോകും, മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറില്. വെൻ ഹി ഫിനിഷസ് ഹിസ് വർക്ക്, അവന്റെ ജോലി ഫിനിഷ് ചെയ്യുമ്പോൾ. വെൻ ഹി ഫിനിഷസ്, അതായത് V1 സിംഗുലർ. ഇവിടെ വന്നിരിക്കുന്ന ടെൻസ് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ്. ഇനി അടുത്തത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്, അതായത് നിർദ്ദേശങ്ങൾ നൽകാൻ. ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഹൗ ഡു യു ഗെറ്റ് ടു ദി ഷോപ്പിംഗ് മാൾ. ഷോപ്പിംഗ് മാളിലേക്ക് എങ്ങനെ എത്തും? അപ്പൊ നമുക്ക് അയാൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ്, യു ഗോ സ്ട്രൈറ്റ്. താങ്കൾ നേരെ പോവുക. യു ഗോ അല്ലേ, V1 പ്ലൂരൽ, അതായത് സിമ്പിൾ പ്രസന്റ്. യു ഗോ സ്ട്രൈറ്റ് ആൻഡ് ദെൻ ടേൺ റൈറ്റ്, റൈറ്റിലേക്ക് തിരിയുക. ആൻഡ് ദെൻ ടേൺ എന്നുള്ള. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
രണ്ട് സിമ്പിൾ പ്രസന്റ് സെന്റൻസുകളാണ്. ഒന്ന് യു ഗോ സ്ട്രെയിറ്റ് ആൻഡ് ദെൻ ടേൺ റൈറ്റ്. ഇവിടെ രണ്ടിലും സബ്ജക്റ്റ് യു എന്നുള്ളതാണ്, സെയിം ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. നമുക്ക് ആൻഡ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഈ സെന്റൻസിനെ രണ്ടാക്കാം, മുറിച്ചിട്ട് യു ഗോ സ്ട്രെയിറ്റ് ആൻഡ് ഒഴിവാക്കിയിട്ട് യു ടേൺ റൈറ്റ്, നേരെ പോവുക, യു ടേൺ റൈറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റിലോട്ട് തിരിയാം. ഈ രണ്ട് സെന്റൻസും അവിടെ കൂട്ടിച്ചേർത്തപ്പോ യു ഒരു വട്ടം മതി. അടുത്തത് ഹൗ ടു പ്രിപ്പയർ ചിക്കൻ കട്ട്ലറ്റ്സ്. എങ്ങനെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം നമ്മൾ പറഞ്ഞു കൊടുക്കാണ്, നിർദ്ദേശം കൊടുക്കാണ്. വാഷ് ദ ചിക്കൻ, ചിക്കൻ വാഷ് ചെയ്യുക. ഇത് ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. വാഷ് ദ ചിക്കൻ അല്ലെ, വെർബ് വെച്ച് തുടങ്ങുന്നു. വാഷ് ദ ചിക്കൻ ആൻഡ് ദെൻ സോക്ക് ഇറ്റ് ഇൻ ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്കിലേക്ക് കുതിർത്തുക. സോക്ക് ഇറ്റ് ഇൻ, സോക്ക്. ഇവിടെ രണ്ട് V1 വെർബുകളാണ്. ഒന്ന് വാഷ്, മറ്റൊന്ന് സോക്ക്. അടുത്ത എക്സാമ്പിൾ, യൂസ്ഡ് ഇൻ സെന്റൻസസ് ദാറ്റ് ബിഗിൻസ് വിത്ത് ഹിയർ ആൻഡ് ദർ. പിന്നെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് ഹിയറും ദേറും വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളിൽ, ഹിയർ ആൻഡ് ദേർ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകൾ. എക്സാമ്പിൾ, there is no substitute for hard work. There is no substitute for hard work. കഠിനാധ്വാനത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. കഠിനാധ്വാനത്തിന് കഠിനാധ്വാനം തന്നെ, അതിനെ മാറ്റിയിട്ട് അവിടെ വേറെ ഒന്നും ചെയ്യാം, വേറെ ഒരു പരിഹാരമില്ല. there is no substitute. അപ്പോ thereന് ശേഷം there is no substitute for hard work. here comes my sister. here comes ഏതാ, V1 സിംഗുലർ. ഹിയർ കംസ് മൈ സിസ്റ്റർ. ഇനി നോക്കൂ, സിമ്പിൾ പ്രസന്റിനെ കാണിക്കുന്ന ചില ടൈം വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ടൈം വേർഡ്സ് ആർ യൂസ്ഡ്. ടൈം വേർഡ്സ് ആർ, എന്താ ടൈം വേർഡ്സ് പറഞ്ഞ? ടൈം വേർഡ്സ് ആർ വേർഡ്സ് വിച്ച് ആർ ഓഫൺ ഫൗണ്ട് വിത്ത് പർട്ടിക്കുലർ ടെൻസ്. അതായത് ചില പ്രത്യേക ടെൻസുകൾ, ആ ടെൻസുകളുടെ കൂടെ വരുന്നതാണ് ടൈം വേർഡ്സ്. ആ വേർഡ്സ് നോക്കിയിട്ട് നമുക്ക് ആ ടെൻസ് ഗസ് ചെയ്യാൻ പറ്റും. ഇനി ദ ഫോളോവിങ് ആഡ്വേർബ്സ് ആൻഡ് ആഡ്വേർബ് ഫ്രേസസ് ആർ യൂസ്ഡ് വിത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. താഴെ പറയുന്ന ആഡ്വർബുകളും ആഡ്വർബ് ഫ്രേസസും സിമ്പിൾ പ്രസന്റിന്റെ കൂടെ വരുന്ന ടൈം വേർഡ്സ് ആണ്. ഏതൊക്കെയാണ്? അപ്പൊ ഇവയുണ്ടെങ്കിൽ നമുക്കത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം, നമുക്ക് കണ്ടെത്താം. ഏതൊക്കെ? ഓൾവേസ്, യൂഷ്വലി, ജനറലി, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ആനുവലി, ബെയർലി, ഹാർഡ്ലി, റയർലി, സെൽഡം, ഓഫൻ, എവറി മന്ത്, എവറി ഡേ, എവറി ഇയർ, എവറി വീക്ക്. ഇതൊക്കെ സിമ്പിൾ പ്രസന്റിനെ കാണിക്കുന്ന ടൈം വേർഡ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സെന്റൻസിനെ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ, ടെൻസ് കറക്റ്റ് ചെയ്യാനാണെങ്കിൽ, ഈ ടൈം വേർഡ്സിൽ ഏതെങ്കിലും അവിടെ വരികയാണെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നേരെ സിമ്പിൾ പ്രസന്റിലോട്ട് ആ സെന്റൻസിനെ മാറ്റാം. അതായത് സബ്ജക്റ്റ് നോക്കിയിട്ട് V1 സിംഗുലറോ V1 പ്ലൂരലോ ആയിട്ടുള്ള വെർബ് ആഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ അവസാനം വരെ കണ്ടന്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.